കാരണം ഈ ഖുർആൻ അത് മനുഷ്യർക്ക് മാത്രമല്ല, അത് ജിന്നുകൾക്ക് കൂടി അവതരിപ്പിക്കപ്പെട്ട ഖുർആനാണ്. അതുകൊണ്ടാണ് നോക്കൂ, അവർ ആ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കേൾക്കാൻ വന്നതായി അല്ലാഹുവിന്റെ കിതാബിൽ അവൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഖുൽ പറയൂ നബിയെ, ഊഹിയ ഇലയ്യ, എനിക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു, എനിക്ക് അല്ലാഹുവിന്റെ സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു. അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ഈ ഖുർആൻ കേൾക്കുകയുണ്ടായി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, ഞങ്ങൾ ഒരു ഖുർആൻ കേട്ടിരിക്കുന്നു. അജബാണ് ആ ഖുർആൻ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. യഹ്ദീ ഇലർ റുശ്ദി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണത്. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. നോക്കൂ നിങ്ങൾ, ഖുർആൻ ആദ്യത്തെ തവണ ഒരു തവണ കേട്ടപ്പോൾ തന്നെ അവർക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലായ ഏറ്റവും വലിയ പാഠം എന്താണ്? ഖുർആനിൽ നിന്ന് ഒരാൾക്ക് ആദ്യം ലഭിക്കേണ്ട പാഠം എന്താണ്? വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഖുർആന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്. അതുകൊണ്ടാണ് നോക്കൂ, ഖുർആനിന്റെ ഒരു കേവല പരിഭാഷയെങ്കിലും, വിശദീകരണങ്ങളൊന്നുമില്ലാത്ത കേവലം അതിന്റെ അർത്ഥമെങ്കിലും വായിച്ച ഏതൊരാൾക്കും അയാൾ മുസ്ലിം ആകണമെന്ന് കൂടിയില്ല. അഥവാ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കൂടി അത് വായിച്ചാൽ മനസ്സിലാകും ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്. അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്തുകൂടൂ, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് മനസ്സിലാകും. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്.